ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു ഡിന്നർ പ്രിപ്പറേഷൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് റെഡിയാക്കുന്നത് ചിക്കൻ റോസ്റ്റും ഇടിയപ്പമാണ്. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുവാണ്. ചിക്കൻ ക്ലീൻ ചെയ്യുമ്പം കുറച്ച് വിനീഗറും മഞ്ഞളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ആ ഒരു ഉളുമ്പ് സ്മെല്ലൊന്ന് മാറിക്കിട്ടും കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകി ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റുവാണ്. വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം ഞാനതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് ചിക്കൻ. അപ്പോൾ അതിലേക്കുള്ള മസാല ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഞാനിതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുവാണ്. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഞാനതൊന്ന് മാറ്റി വെക്കാനുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കറിയിലേക്കുള്ള സവോളയും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. അപ്പോൾ ഞാനിതിലേക്ക് കറിയിലേക്ക് വേണ്ടിയിട്ട് 3 മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി എടുക്കുവാണ്. അപ്പോൾ ഞാനിത് കഴുകിയിട്ടുണ്ട്. ഇനി ഞാൻ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് വെക്കുവാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 2 ഗ്ലാസ് അരിപ്പൊടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. തൊട്ടടുത്ത അടുപ്പിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, അതാണ് ടേസ്റ്റ്. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിലേക്കുള്ള വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. പുറമേ ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും. ഞാനിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇടിയപ്പം ഉണ്ടാക്കുമ്പം വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതിയാകും. അപ്പോൾ ഞാനിതിലേക്ക് 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതുപോലെ ഇളക്കിയെടുക്കുന്ന സമയത്ത് തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നോളും. മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറാനും അതുപോലെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഈ സമയം കൊണ്ട് ചിക്കൻ്റെ ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് എടുക്കുവാണ്. ചിക്കൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് കറിയിലേക്കുള്ള സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പേസ്റ്റാക്കി എടുക്കുന്നതിനേക്കാളും ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വലിപ്പമുള്ള ഒരു തക്കാളിയും എരിവുള്ള 2 പച്ചമുളക് എടുക്കുവാണ്. പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരണം ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചതച്ചെടുക്കുന്നില്ല, ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുവാണ്. തക്കാളിയും ഇതുപോലെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ കുറച്ചൊന്ന് തിരികെ എടുക്കുവാണ്. ഈ സമയം കൊണ്ട് മാവൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സേവനാഴിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ മാവ് വെച്ച് കൊടുക്കുവാണ്.
അതുപോലെ ഇടിയപ്പത്തട്ടിലും കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. തട്ടിലേക്ക് കുറേശ്ശെ തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ സേവനാഴിലേക്ക് മാവ് നല്ല ടൈറ്റായിട്ട് കുത്തി നിറച്ച് വെക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ കുത്തി നിറച്ച് വെച്ചാൽ നമുക്ക് മാവ് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കൈക്കൊക്കെ നല്ല വേദന ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറേശ്ശെ മാവ് ഇട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ 2 തട്ടിലും മാവ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടിയപ്പം വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് തട്ട് വെച്ച് കൊടുക്കുവാണ്. ഞാൻ ഓരോ തട്ട് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം കൊണ്ട് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് മാറ്റിയിട്ട് അടുത്ത തട്ട് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി വെന്തുടഞ്ഞ് വരേണ്ട ആവശ്യമില്ല. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ചേർക്കുകയാണ്. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 3/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് 3/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഉപ്പ് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇടിയപ്പമെല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതാ ഇടിയപ്പവും ചിക്കൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.